വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. എന്നാൽ വിവാഹ നിശ്ചയ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ കാഴ്ച ജനങ്ങൾ കണ്ടത്. ഗാന്ധാരിയുടെ മാതാപിതാക്കൾ ഈ വിവാഹത്തിനെപ്പറ്റി രണ്ടാമത് ചിന്തിക്കുവാൻ തുടങ്ങിയത് ആ നിമിഷമായിരുന്നു. കാരണം അവരുടെ മകൾ തന്റെ ഭർത്താവിന്റെ ലോകത്തേക്ക് എല്ലാ അർത്ഥത്തിലും പോകുവാൻ തീരുമാനിച്ചിരുന്നു. ഗാന്ധാരിയുടെ ആ തീരുമാനം മാതാപിതാക്കളുടെ ഹൃദയം തകർത്തു. എങ്ങനെയെങ്കിലും മകളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. മാത്രവുമല്ല, ഗാന്ധാരിയുടെ സഹോദരന്മാർക്കും ആ കാര്യം ഒട്ടും തന്നെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഈ വിവാഹത്തിന് എതിർത്തു. തങ്ങളുടെ കുടുംബത്തിന്റെ എതിർപ്പ് ഭീഷ്മയോടവർ പറഞ്ഞു. എന്നാൽ ഭീഷ്മയ്ക്ക് ആ കാര്യം ഇഷ്ടപ്പെട്ടില്ല. നൽകിയ വാക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഭീഷ്മയ്ക്കത് മൂർധാവസ്ഥയിൽ ദേഷ്യം കയറുന്ന ഒന്നാണ്. ധൃതരാഷ്ട്രരോട് അയാൾ സംഭവം പറഞ്ഞു. എന്നാൽ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയല്ലാതെ മറ്റൊരു സ്ത്രീ വേണ്ട പോലും. ഭീഷ്മ ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു യുദ്ധം ചെയ്ത് കലാപത്തിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് അയാൾ കരുതി. പക്ഷേ ആക്രമണമല്ലാതെ മറ്റൊരു വഴിയില്ലാതാനും. ശേഷം ഭീഷ്മ തന്റെ പടകളെയും കൂട്ടി ഗാന്ധാര രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഭീഷ്മയുടെ പട പൂർണ്ണമായും ആ കൊട്ടാരം പുറത്തുനിന്നും വളഞ്ഞു. ശേഷം ഉടനടി കൊട്ടാരത്തിനകത്തുള്ളവരെ അവർ ബന്ദികളാക്കി. ഗാന്ധാരിയെ അവർ ഉടൻ തന്നെ ഹസ്തിനപുരത്തേക്ക് തട്ടിക്കൊണ്ടുപോയി. ശേഷം മാതാപിതാക്കളോടും സഹോദരന്മാരോടും ഭീഷ്മ നല്ല രീതിയിൽ സംസാരിച്ചു നോക്കി. പക്ഷേ അവരെന്തൊക്കെ വന്നാലും വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. ശേഷം ഭീഷ്മ ഒരൊറ്റക്കൈ പ്രയോഗം നടത്താൻ തീരുമാനിച്ചു. എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം നൽകാൻ അയാൾ തീരുമാനിച്ചു. ഒരു പിടി അവിൽ മാത്രമായിരുന്നു ഒരു ദിവസത്തെ അവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ആകെ ഭക്ഷണം. വിവാഹത്തിന് ആര് സമ്മതിക്കുന്നുവോ അവർ ഈ നരകയാതനയിൽ നിന്നും മോചിക്കപ്പെടുന്നതാണ്.